ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം വീണ്ടും ദൈവവചനവുമായി നിൽപ്പാൻ ദൈവവചനയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കൂടി വന്നായ സമയം മുതൽ ഈ സമയം വരെയും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചിന്തയിലുമെല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്, അത്യുന്നതനായ ദൈവമാണ്. ഹല്ലേലൂയ. സകലത്തിൻ്റെയും അധികാരിയായ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാൻ, ആ ദൈവത്തിൻ്റെ നാമം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന സാവകാശം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിലപ്പെട്ടതായ ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ആദ്യമേ കേട്ടു, ജോസഫ് പാസ്റ്റർ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ ചില കാര്യങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ സാധാരണ പറയുന്നു, ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഈ മനുഷ്യൻ്റെ ആയുസ് 70 അല്ലേ 80 മാത്രം. മോശ പറഞ്ഞു. മോശ എത്ര വയസ്സ് വരെ ജീവിച്ചു? 120 വയസ്സ് വരെ ജീവിച്ചു. അപ്പം മോശ തൻ്റെതായ അഭിപ്രായത്തിൽ അങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്ന് വളരെ കുറവാണ് ആൾക്കാർ 70-80, അതായത് പക്ഷേ കൂടുതലും ആൾക്കാരൊക്കെ അതിലുമൊക്കെ കൂടുതൽ ഏജിലൊക്കെ ജീവിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ നാവിന്മേൽ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നു. നമുക്ക് അതിനുള്ളതായ അല്ലെങ്കിൽ ഒരു സർട്ടനായ ഒരു ഏജ് ആയി, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. ദൈവം നമുക്ക് അതിനുള്ള സകല അധികാരങ്ങളും തന്നിരിക്കുന്നു. അപ്പം സാത്താൻ പല രീതിയിൽ നമ്മളെ കൊണ്ട് കെട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വിത അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വിത ജാഗരിക്കുന്നു. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വിത അധ്വാനിക്കും. അപ്പൊ ഒരു പണി നടക്കുന്നുണ്ടല്ലേ, ഒരു വർക്ക് നടക്കുന്നുണ്ട്. കാവൽക്കാരനും ഉണ്ട് അവിടെ. ജോലി ബിൽഡിംഗ് പണിയുന്നവരുണ്ട്, കാവൽക്കാരുമുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇത് അതൊരു എന്താ പറയുക, ഒരു പൂർത്തീകരണം അവിടെ നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ അവിടെ നടക്കുന്നില്ല. എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ പലതും ആഗ്രഹിക്കുന്നു, നമ്മൾ പലതും ചെയ്യുന്നു. എന്തുകൊണ്ടത് ഒരു ഫുൾഫില്ലിങ്ങിലേക്ക് വരുന്നില്ല? നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഈ വചനത്തിൽ കൂടെ നമ്മൾ ചെയ്യുന്നിടത്ത്, നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? അതോ നമ്മൾ നമ്മുടേതായിട്ട് ഓണായിട്ടുള്ള രീതിയിൽ ചിലതൊക്കെ കാട്ടിക്കൂട്ടുകയാണോ? നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉറക്കളച്ച് നമ്മൾ അവിടെ ഇരിക്കും, ഒരു കാവൽക്കാരനെ പോലെ നമ്മൾ ഇരിക്കുകയാണോ? അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണോ? നമുക്ക് എപ്പോഴും വേണ്ടത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ശത്രു പലപ്പോഴും വഴികൾ ഒരുക്കും. അത് പല രീതിയിലാകാം. അല്ലിപ്പോൾ പറയുന്ന ദൈവവചനം നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന സമയത്ത് അത് ഏറ്റെടുക്കാതെ വണ്ണം നമ്മളെ വേറൊരു ചിന്തയിലേക്ക്, അല്ലെ നമ്മുടെ റൂട്ട് മാറ്റിയിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, യഹോവ വീട് പണിയാതിരുന്നാൽ, അതായത് യഹോവയുടെ സാന്നിധ്യം അവിടെ വേണം. ദൈവത്തിൻ്റെ സാന്നിധ്യം വചനം ഗ്രഹിക്കാതെ വണ്ണം നമ്മളെ ആ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വചനം പ്രസംഗിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ പ്രവൃത്തി നടക്കുന്നില്ല. വചനം പറയുന്നുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ വിടുതൽ കാണുന്നില്ല. എല്ലാ ദിവസവും ചർച്ചിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പ്രയർ എടുക്കുന്നുണ്ട്, അല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ വിടുതൽ കാണുന്നില്ല. എന്താണ് കാര്യം? യഹോവ വീട് പണിയാതിരുന്നാൽ, അല്ലെങ്കിൽ യഹോവ പട്ടണം കാക്കാതിരുന്നാൽ, ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് ശത്രു കൊണ്ടുവന്നിട്ട് നമ്മളെ ആ ഒരു പോയിന്റ് നിർത്തുവാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളോട് കൂടെ വസിച്ചിട്ട് ദൈവവചനത്തിൽ കൂടതായ വിടുതൽ നമ്മൾ അനുഭവിക്കുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് വേണ്ടത് എന്താണ്? ദൈവവചനം. താങ്ക് യു ലോർഡ്. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തായിട്ട്, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തായിട്ട്, നമ്മുടെ പ്ലാനുകൾക്ക് അപ്പുറത്തായിട്ട് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ.
മറന്നു പോരുത്, യഹോവ വീട് പണിയാതിരുന്നാൽ, വചനം ഇല്ലാതെ, വചനത്തിൻ്റെ ശക്തി ഇല്ലാതെ ഒരു ദൈവത്തിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ദൈവം പോലും ഏതൊരു കാര്യത്തിനെയും എല്ലാം വചനത്താൽ ഉരുവാക്കി. ദൈവം എങ്ങനെയാണ് മരുഭൂമിയെ സൃഷ്ടിച്ചത്? തൻ്റെ വചനത്താൽ ഉരുവാക്കി. ദൈവം തൻ്റെ വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ചു. വചനത്തിൻ്റെ ശക്തി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനം നമ്മൾ പഠിക്കുകയും അതോടൊപ്പമായി ജസ്റ്റ് പഠിക്കുക മാത്രം മതിയോ? പരിശുദ്ധാത്മാവ് നമ്മളെ ഗ്രഹിപ്പിക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഗ്രഹിപ്പിച്ചാൽ, അതിൻ്റെ മർമ്മങ്ങളെ നമുക്ക് ഗ്രഹിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക്. എങ്ങനെയാണ് അവിടെ പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? അവിടെയും ദൈവവചനം പറഞ്ഞിരിക്കുന്നത് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ. താങ്ക്യൂ. എന്താ അവിടെ ഉണ്ടല്ലോ. താങ്ക്യൂ. പരിശുദ്ധാത്മാവ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഈ ഇരുട്ടിൽ വെച്ചിരിക്കുന്നതിനെ കാണിച്ചു തരാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് നമുക്ക് വേണം. അതെല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. അവിടെയാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും. ഇത് രണ്ടും അവിടെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും അത് കാണാൻ പറ്റത്തില്ല. താങ്ക്യൂ. അത് കാണണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സൈറ്റ് വേണം, അല്ലെങ്കിൽ പ്രകാശം വേണം. പ്രകാശമുള്ളവന് മാത്രമേ ഇരുട്ടിൽ വെച്ചിരിക്കുന്ന ഗുപ്തനിധികളെ കാണാൻ പറ്റുള്ളൂ. അതിനാണ് നമുക്ക് വേണ്ടത് ദൈവവചനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡൻസ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞു കിടക്കുന്നതിനെയൊക്കെ, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതിനെയൊക്കെ, മറ്റുള്ളവർ ചിന്തിക്കാത്തതിനെയൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. താങ്ക്യൂ ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം? ഈ ദൈവവചനപ്രകാരമായിരിക്കുകയും അതോടൊപ്പമായ ദൈവവചനപ്രകാരം നമ്മൾ ചിന്തിക്കുകയും ചെയ്യണം. എനിക്ക് വേണം, എന്ത് വേണം? ഈ ഗുപ്തനിധികളെ വേണം. മറവിടങ്ങളിലെ ഗുപ്തനിധികൾ, ഇരുട്ടിലെ നിക്ഷേപങ്ങൾ. താങ്ക്യൂ ലോർഡ്. ഹല്ലേലൂയ. അത് അനേകർ ആ റൂട്ടിൽ കൂടെയൊക്കെ പോകും കേട്ടോ. അവിടെയും ദൈവവചനം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു യാത്ര പോകിൽ, റെഫറൻസ് ഒന്നും നമുക്ക് പറയേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. എന്ത് കാണുന്നു അവനെ? താങ്ക്യൂ. ഒരു നിലം കണ്ടു. ആ നിലത്ത് എന്തുണ്ട്? ഒരു നിധിയുണ്ട്. താങ്ക്യൂ. അനേകർ വഴി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, യാത്ര പോകുന്ന വഴി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു വ്യക്തി തന്നെയാണോ? അല്ലെന്നേ. അനേകർ പോയിട്ടുള്ളതും അനേകർ പോകുന്നതും അനേകർ പോകാനുള്ളതായ വഴികളാണ്. താങ്ക്യൂ. എന്നാൽ ഈ മനുഷ്യൻ, ഇതൊക്കെ ആര് പറഞ്ഞേക്കുന്നത് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ യേശു പറഞ്ഞിരിക്കുന്ന തിരിച്ചറിവ്. നമ്മൾ യേശു പല പ്രാവശ്യം ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ഇത് ഗ്രഹിക്കുന്നുണ്ടോ? താങ്ക്യൂ ലോർഡ്. വചനത്തെ ഗ്രഹിക്കുന്നുണ്ടോ? വചനം മനസ്സിലാക്കുന്നുണ്ടോ? അല്ലാതെ അനേകർ കേൾക്കും കേട്ടോ, അനേകർക്ക് വായിച്ചു പോകാം. പക്ഷെ വചനം ഗ്രഹിക്കുന്നവൻ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. ഇതാ കിടക്കുന്നു മറവിടങ്ങളിലെ ഗുപ്തനിധികള്. താങ്ക്യൂ. അനേകർ ചവിട്ടിപ്പോകുന്നതായ ഈ വഴിയിൽ ഒരുവന്റെ കണ്ണ് എവിടെ പതിയുന്നു? ഒരു നിധി കാണുന്നു. താങ്ക്യൂ. ഒരു നിധി കിടക്കുന്നു. അത് ആർക്ക് കാണണം? ഒരു പ്രത്യേക സൈറ്റ് ഉള്ളവനെ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ മീൻസ് ഈ കിണറിൻ്റെ ഒക്കെ സ്ഥാനം കാണാനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ നമുക്കറിയാം. എല്ലാവർക്കും അത് ആ ഒരു നോളജ് ഇല്ല. അവർ പറയുന്ന മിക്കവാറും സ്ഥലങ്ങളിൽ വെള്ളം കാണും. ദേ നോസ്. അവർക്കതറിയാം. താങ്ക്യൂ ലോർഡ്. അവർക്കതിനെക്കുറിച്ചുള്ളതായ ആ വെള്ളത്തിൻ്റെ ആ ഒഴുക്കിനെ കുറിച്ച് അവർക്ക് അതിനുള്ള നോളജ് ഉണ്ട്. താങ്ക്യൂ. എന്താണ് എനിക്ക് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമുക്ക് വേണം വിസ്ഡം, നമുക്ക് വേണം നോളജ്. എന്തിൽ നിന്നുള്ള നോളജ്? ഈ ദൈവവചനത്തിൽ നിന്നുള്ളതായ നോളജ് വേണം. ഇരുട്ടിൽ കിടക്കുന്നതിനൊക്കെ നമുക്ക് കാണാനായിട്ട്, മറവിടങ്ങളിൽ കിടക്കുന്ന ഗുപ്തനികളെ കാണാൻ വേണ്ടി താങ്ക്യൂ പരിശുദ്ധാത്മാവ് നമുക്ക് ജ്ഞാനം തരണം.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. താങ്ക് യു ലോർഡ്. നമ്മൾ വചനം ശ്രമിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ആ ലെവലിലേക്ക് നമ്മൾ ഇന്നിരിക്കുന്ന ആ ലെവലിൽ നിന്നാൽ മതിയോ? നോ, നമ്മൾ വളരണം. നമ്മൾ വളരുക എന്ന് പറയുന്നത് നമ്മൾ, അല്ലെങ്കിൽ ഈ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, എന്താ പറയുന്നത്? ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. ശരിയാ, ഇന്നും പലരും പറയുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. കറക്റ്റാണോ? ഒരിക്കലും അല്ല. അതെ, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ അത് റൈറ്റ് അല്ല. നമ്മുടെ വിശ്വാസം എങ്ങനെയാ വർദ്ധിപ്പിക്കണ്ടേ? നമ്മൾ തന്നെയാ വർദ്ധിപ്പിക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലണം. ദൈവം ഓൾറെഡി നമ്മുടെ പേർക്ക് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണോ? നമ്മൾ അതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. ഈ നദിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അവിടെയും വളരെ എസ്കേൽ പ്രവണത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? താങ്ക് യു ലോ. അവിടെ ഈ ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ അടിയിൽ നിന്ന് ഒഴുകുന്നായ ആ നദി, താങ്ക് യു ലോ, ചെറിയൊരു അരുവി, താങ്ക് യു ലോ, ചെറിയൊരു വെള്ളം ഒഴുക്ക് അവിടെയോട്ട് ഇറങ്ങുന്നതിനനുസരിച്ച്, ഈ അഭിഷേകത്തിന്റെ ശക്തിയിലേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച്, താങ്ക് യു ലോർഡ്, എന്ത് സംഭവിക്കുന്നു? ദൂതൻ അവിടെ റെഡിയാ. പക്ഷെ എന്നുണ്ടെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ വെള്ളത്തിനകത്തേക്ക് നമ്മൾ എന്തുമാത്രം ഇറങ്ങണമെന്നും എത്രമാത്രം ഇറങ്ങണമെന്നും ഒക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. താങ്ക് യു ലോ. അത് നമ്മൾ മനസ്സിലാക്കുക. ഞാനത് നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. വീണ്ടും ഞാൻ ഓർപ്പിച്ചതിൻ്റെ ചുരുക്കം, നമ്മളതൊന്നും മറന്നു പോകരുത്. ഇതെൻ്റെ വാക്കല്ല. താങ്ക് യു ലോ. ദൈവവചനത്തിൽ എന്നേക്കും സ്ഥിരമായി കിടക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതിന് എത്ര പ്രസംഗിച്ചാലും, എത്രമാത്രം ഏതെല്ലാം ഭാഷമാർ, ഏതെല്ലാം വ്യക്തികൾ പ്രസംഗിച്ചാലും അതിനൊന്നും ഒരു എൻ്റെ ആകുന്നില്ല. എൻ്റെ എവിടെ ആർക്ക് ലഭിക്കും? ഇതിനകത്തേക്ക് ഇറങ്ങുന്നവന് കിട്ടും. ഇതിനകത്തേക്ക് ഇറങ്ങുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും, വിടുതൽ നടക്കും. അവിടെയാണ് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു. താങ്ക് യു ലോ. എന്ത്? യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്ന്. ആ പുരുഷന്മാർ തന്നെ എത്ര ഉണ്ടായിരുന്നു? 5000 പേര്. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഇമാജിൻ, ഒരു 10,000-20,000 പേരോട് അവിടെ ഉണ്ട്. ശിഷ്യന്മാർ പറയുന്നത് എന്താ? ഈ ലൂക്കോ ആരോടാ പറയുന്നത്? ഇനിയോ ലൂക്കോസിനോടാന്ന് തോന്നുന്നു പറയുന്നത്. പക്ഷേ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ. താങ്ക് യു ലോ. അപ്പം ശിഷ്യന്മാരെന്താ പറയുന്നേ? ഇത്ര വലിയ ജനത്തിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ എവിടെയാ കിട്ടും? ഞങ്ങൾ മാർക്കറ്റിൽ എങ്ങാനും പോയി വാങ്ങിക്കാൻ ഒക്കുവോ? വാങ്ങിക്കട്ടെ, അല്ലെങ്കിൽ ഇതിന് ഇത്രമാത്രം പണയം ഇടുന്ന. താങ്ക് യു ലോ. എത്ര ബ്യൂട്ടിഫുൾ. യേശു ആരാണ് നിന്നോട് പറയുന്നെന്നുള്ള കാര്യം നീ ഒന്ന് ആദ്യമേ ഗ്രഹിക്കണം. നമ്മളോട് ഈ ദൈവവചനം ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം നമ്മൾ ഇതൊന്ന് ഗ്രഹിക്കണം. ഇതൊരു മനുഷ്യൻ എഴുതിയതല്ല, ഒരു മനുഷ്യൻ്റെ വാക്കുകളല്ല. താങ്ക് യു ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ പറഞ്ഞതല്ല. താങ്ക് യു ലോ. ഇത് യേശു ആണ് പറയുന്നെന്നുള്ള കാര്യം ഈ ശിഷ്യന്മാരൊന്ന് ആരാണ് യേശു എന്നുള്ള കാര്യവും അവരൊന്ന് അറിയേണ്ടതായിരുന്നു. സകലത്തിൻ്റെയും മുട്ടവനായ ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവം, സകലത്തിൻ്റെയും അധിപതിയായ ദൈവമാണ് നിന്നോട് പറയുന്നത് നീ കൊടുക്കാൻ. താങ്ക് യു ലോ. നിനക്ക് സാധിക്കും ലൂക്കോസാണ് പറയുന്നത്. താങ്ക് യു ലോ. സോറി, ഞാൻ ഒന്ന് വായിച്ചോ പ്ലീസ്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവൻ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവീനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുരന്മേലിരിപ്പാൻ കൽപ്പിച്ചു. പോഷനാന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയോ, അതായത് ഇങ്ങനെയാണ് ആരോടാണ് പറയുന്നത്? അന്ത്രയോസിനോട് പറയുക. താങ്ക് യു ലോ.
അന്ത്രയോസിനോട് പറയുന്നു, എന്താണ്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവീൻ. അന്ത്രയോസാണ് മറുപടി പറയുന്നത്. എന്താണ്? ഇത്ര വലിയ ജനത്തിന് ഇവിടുന്ന് കൊടുക്കും, ഞങ്ങൾ പോയി മാർക്കറ്റിൽ പോയി വാങ്ങിക്കട്ടെ. താങ്ക് യു ലോർഡ്. ആമേൻ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവവചനമാണ്. അല്ലെങ്കിൽ ദൈവവചനം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ അവിടെ യേശു പറഞ്ഞത്? എന്താ? ശ്രദ്ധിക്കുക, അത് വിട്ടുകളഞ്ഞേരെ. അവിടെ യേശു പറഞ്ഞത് എന്താ? അത് ഇന്ന് നമ്മൾ പറയുന്ന പോലെ ഈ ദൈവവചനം, യേശു പറയുന്ന എല്ലാം ദൈവവചനമാ. അത് നമ്മൾ മനസ്സിലാക്കണം. യേശു പറയുന്നതെല്ലാം ദൈവവചനമാ. അതിൽ അത്ഭുതമുണ്ട്, അതിൽ വിടുതലുണ്ട്. അതിൽ നീ വിശ്വസിക്കുന്നോ? അവിടെ അതിനകത്ത് അത്ഭുതമുണ്ട്. അവിടെ സൂപ്പർ നാച്ചുറലായിട്ടുള്ളത് നടക്കും. അതവിടെ നടന്നില്ലേ? താങ്ക് യു ലോർഡ്. ആമേൻ. ഈ ശിഷ്യന്മാർക്ക് അത് സാധിച്ചില്ല. എന്തുകൊണ്ട്? അവരോട് പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു, നിനക്ക് സാധിക്കുമെന്ന്. നിനക്ക് സാധിക്കും. നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ യേശു അങ്ങനെ ചുമ്മാ അവരെ പറഞ്ഞ് കളിപ്പിക്കാനാണോ? നോ, നിനക്ക് സാധിക്കും. എന്ത് നിനക്ക് വേണം? നിനക്ക് വിശ്വാസം വേണം. നിനക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 20,000-നും ആഹാരം കൊടുക്കാൻ നിനക്ക് സാധിക്കും. യേശു ചെയ്ത അതേ പ്രവൃത്തി നിനക്ക് സാധിക്കും. അതുകൊണ്ടാണ് യേശു അവിടെ ശിഷ്യന്മാരോട് പറയുന്നത്, എങ്കിലോ നമ്മൾക്ക് സാധിക്കും. അതേ ദൈവവചനമാണ് നമ്മൾ ഈ വായിക്കുകയും നമ്മൾ ഈ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഈ ദൈവവചനം. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ നടക്കും. ആർക്ക് നടക്കും? വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. താങ്ക് യു ലോർഡ്. ഞാനൊരു വചനത്തിലേക്ക് കടന്നു വരട്ടെ. അതായത് കഴിഞ്ഞ, എനിക്ക് തോന്നുന്നത് മൺഡേയിലാണോ ട്യൂസ്ഡേ ആണോ, വേറൊരു ചർച്ചിൽ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പല മെസ്സേജുകളൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അന്ന് രാത്രി ഏതാണ്ട് കിടന്നുറങ്ങിയതിന് ശേഷം ഏതാണ്ട് ഒരു 3 മണിയായപ്പോഴത്തേക്ക് ഒരു ദൈവവചന മനസ്സിലേക്ക് വന്നു. അതിനുശേഷം ആ ദൈവവചനത്തിൻ്റെ ആ 3 മണിക്ക്, രാത്രി 3 മണിക്ക് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് അത് വന്നു. അതെന്നെ ഒത്തിരി കരയിപ്പിച്ചു. താങ്ക് യു ലോർഡ്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഞാൻ ഒത്തിരി എൻ്റെ പില്ലോ മീൻസ് കവറിന്നൊക്കെ നനയുന്ന രീതിയിൽ ഞാൻ കരയുവാനായിട്ട് ഇടയായി തീർന്നു. താങ്ക് യു ലോർഡ്. അപ്പം നമ്മുടെ ദൈവത്തിന് ആ ഒരു ദൈവവചനം ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 1 മുതൽ ഒരു 11 വരെയുള്ള വാക്യമാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ എല്ലാം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു ലോർഡ്. അതിൻ്റെ 5-ാം വാക്യം മാത്രം ഞാൻ വായിക്കട്ടെ. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവിടെ അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ വാക്യവും നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. താങ്ക് യു ലോർഡ്. ഈവൻ കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരെയും അറിയാവുന്ന കാര്യങ്ങളാണ്. താങ്ക് യു ലോർഡ്. ഇനിയിപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ലോർഡ്. അവിടെ ഈ പത്രോസിനോട് ചോദിക്കുന്നതായ ഒരു കാര്യമാണ്. താങ്ക് യു ലോർഡ്. പത്രോസ് പറയുന്നതായ ഒരു മറുപടിയാണ്. ആ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായിട്ടറിയാം. എന്നാൽ അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മളൊന്ന് നോക്കാം. ഈ പത്രോസിന്, അല്ലെങ്കിൽ ശിമോൻ പത്രോസിൻ്റെ വീട്ടിൽ ഈ യേശു പോയിട്ടുള്ള വ്യക്തിയാണ്, ഇല്ലേ? എൻ്റെ മുകളിലത്തെ അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശിമോൻ പത്രോസിൻ്റെ വീട്ടിൽ, അല്ല, പത്രോസിൻ്റെ അമ്മ പനിയായിട്ട് കിടന്നപ്പോഴത്തേക്ക് യേശു ആ വീട്ടിൽ പോയി ആ സൗഖ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കി, ഈ പത്രോസിന് കുടുംബമൊക്കെ ഉള്ള വ്യക്തിയാണ്. ഈ പത്രോസിന് അമ്മായിയമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാര്യയും ഉണ്ട്. അപ്പം കുടുംബം ഉള്ള വ്യക്തിയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ പത്രോസിൻ്റെ ആ ഒരു രാത്രിയെക്കുറിച്ചൊന്ന് ആലോചിക്കാം. ആ ഒരു പർട്ടിക്കുലർ നൈറ്റ് പത്രോസിനെ സംബന്ധിച്ചോളം എങ്ങനെ വേണം ഉപജീവനം കഴിക്കാനായിട്ട്? പത്രോസ് ഒരു മീൻപിടുത്തക്കാരനാണ്.
ഈ മീൻ പിടിക്കുന്ന എല്ലാം അദ്ദേഹത്തിന് കഴിക്കാനാണോ? നമുക്ക് മനസ്സിലാക്കാം. ഒരു ഫിഷർമാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാം, അവർ പിടിക്കുന്ന മീനെല്ലാം അവർക്ക് കഴിക്കാനായിട്ടുള്ളതല്ല. അവരത് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വേണം അവരുടെ വീട്ടിലേക്ക് മറ്റ് ആഹാര സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ജീവിത ചെലവുകളൊക്കെ നടക്കാനും, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള ആൾക്ക് ഡ്രസ്സ് മേടിക്കാനും ഈ കാര്യങ്ങളെല്ലാം അവർക്കുണ്ട്. എങ്കിലോ പത്രോസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്കറിയാം. പത്രോസ് അല്ലെങ്കിൽ ഫിഷിങ്ങിനെ സംബന്ധിച്ച്, മീൻപിടുത്തത്തെ സംബന്ധിച്ചോടെ എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു PhD എടുത്ത ഒരു വ്യക്തിയും കൂടിയാണ് പത്രോസ്. കടലിനെ സംബന്ധിച്ച് നല്ല അറിവുള്ളൊരു വ്യക്തി. പക്ഷെ എന്നുണ്ടെങ്കിൽ ഇന്ന് ആ സമയത്ത്, അതായത് യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി, അതായത് യേശുവിൻ്റെ അത്ഭുതങ്ങളെ കണ്ട ഒരു വ്യക്തിക്ക് ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അന്ന് രാത്രിയിൽ നല്ല കടലിനെ കുറിച്ച് അല്ലെങ്കിൽ നല്ല നോളജ് ഉള്ളതായ ആ വ്യക്തി രാത്രി മുഴുവൻ കിടന്ന് കഷ്ടപ്പെടുക, ഒരു വല്ലാത്തതായ ഒരു ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു പത്രോസ്. താങ്ക് യു ലോർഡ്. രാത്രി, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് വരുന്നത്? വളരെ നിരാശനായിട്ട് എന്ത് ചെയ്യുന്നു? വലയൊക്കെ എടുത്ത് കഴുകുക. ഇനിയിപ്പം ഞാൻ എങ്ങനെ വീട്ടിലേക്ക് ചെല്ലും? എന്താണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുവാനായിട്ട്, ആഹാരം വാങ്ങിക്കുവാനായിട്ട് എങ്ങനെ കിട്ടും? എവിടുന്ന് കിട്ടും? താങ്ക് യു ലോർഡ്. വളരെ നിരാശനായ ആ മനുഷ്യൻ്റെ അവസ്ഥ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്നു, പൈസ കിട്ടുന്നില്ല, ശമ്പളം കിട്ടാത്തൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്രകാരം ഒരു അവസ്ഥയിൽ കൂടെ ഈ പത്രോസ് കടന്നു പോവുക. അപ്പുറത്ത് യേശു ആ തലേദിവസം അവിടെയെല്ലാം പ്രസംഗിക്കുന്നു. പത്രോസിനെ യേശുവിന് നന്നായിട്ട് അറിയാം. എങ്കിലോ എന്നാൽ ഇപ്പുറത്ത് ഈ പത്രോസിനെ കാണുവാൻ വേണ്ടി പത്രോസിനെ തേടിയെത്തിയെന്ന ഒരു യേശു. പത്രോസ് വിചാരിക്കുന്നു, ഈ രാത്രിയിൽ ഞാൻ ആരുമില്ല, എൻ്റെ അവസ്ഥകളൊക്കെ എന്താകും, ഞാൻ എങ്ങനെ എൻ്റെ കുടുംബം പോറ്റും? നിന്റെ അവസ്ഥകളെ ഉള്ളപോലെ അറിയുന്ന ഒരു ദൈവം നിന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. താങ്ക് യു ലോർഡ്. നീ വിചാരിക്കുന്നു നിന്റെ കാര്യങ്ങൾ എങ്ങനെയാകും, നീ വിചാരിക്കുന്നു എൻ്റെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയാകും, നീ വിചാരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകും. ഇതെല്ലാം ഈ പത്രോസ് ചിന്തിക്കുന്ന കാര്യമാണ്. താങ്ക് യു ലോർഡ്. നിന്നെ യേശു കണ്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ യേശു തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ നീ കാണുന്നില്ലെങ്കിലും യേശു നിന്റെ അടുത്തേക്ക് മൂവ് ആയിക്കൊണ്ടിരിക്കുക. നിന്നെ കാണുന്ന ഒരു യേശുവിനെയാ നീ കണ്ടിരിക്കുന്നത്. ആ യേശു നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. താങ്ക് യു ലോർഡ്. പത്രോസ് ഉദ്ദേശിച്ച പോലെ മാനുഷികമായ രീതിയിൽ അവിടെ ഒന്നും നടക്കുന്നില്ലെങ്കിലും, നീ കാണുന്നില്ലെങ്കിലും നിന്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് യേശു. യേശു നിന്റെ ജീവിതത്തിൽ അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ പത്രോസിന് അറിയാം എവിടെ മീൻ കിടക്കുന്നുള്ള ലോകപ്രകാരം നല്ല നോളജുള്ള വ്യക്തി, നല്ല അറിവുള്ള വ്യക്തി, അല്ലെങ്കിൽ ഫിഷിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നല്ല അറിവുള്ള ഒരു വ്യക്തി, അവൻ അറിയാം. പക്ഷെ അവൻ അധ്വാനിക്കുന്നു, ഒന്നും ലഭിക്കുന്നില്ല. താങ്ക് യു ലോർഡ്. നിന്റെ ചിന്തകളെ അതിനപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നിന്റെ നിരൂപണങ്ങൾക്ക് അപ്പുറത്തായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവം. താങ്ക് യു ലോർഡ്. ആ പത്രോസിൻ്റെ അടുക്കിലേക്ക് ആ യേശു ഒന്ന് കടന്നു വരുന്നു. താങ്ക് യു ലോർഡ്. യേശു കടന്നു വരണമെന്നുണ്ടെങ്കിൽ നീ അധ്വാനിക്കുന്നതൊക്കെ യേശു കാണുന്നുണ്ട്, നിന്റെ ബുദ്ധിമുട്ടൊക്കെ യേശു കാണുന്നുണ്ട്, നീ സഹിക്കുന്നതൊക്കെ യേശു കാണുന്നുണ്ട്. താങ്ക് യു ലോർഡ്. എന്തുകൊണ്ട് യേശു നിന്റെ ജീവിതത്തിലേക്ക് അത് അനുവദിച്ചു? നമ്മുടെ ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ലെന്നേ. യേശു എന്തുകൊണ്ട് പത്രോസിൻ്റെ ജീവിതത്തിൽ അന്ന് രാത്രിയിൽ ആ മീനെല്ലാം അവിടുന്ന് മാറ്റി? എങ്കിലോ നിന്നെ വേറൊരു ലെവലിലേക്ക് ആക്കണം. പത്രോസ് നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും നീ ഈ ഒരു അവസ്ഥയിൽ കിടക്കുവാനായിട്ടല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ ലെവലൊന്നും മാറ്റാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുക. അതിന് ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ ദൈവം ഒന്ന് അനുവദിച്ചു എന്ന് മാത്രം. താങ്ക് യു ലോർഡ്. ഇതൊന്നും പത്രോസിന് ആ സമയത്തൊന്നും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നിന്റെ അവസ്ഥകളെയും നിന്റെ ഹൃദയങ്ങളെയും നിന്റെ ഭാരങ്ങളെയും എല്ലാം അറിയുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഒരു യേശു നിന്റെ അടുത്തിലേക്ക് കടന്നു വരുന്നു. അതുപോലെ പിന്നെ എന്താണ് നടക്കുന്നത്? യേശു അടുത്ത് വന്നു. അവിടെ എന്താണ് നടക്കുന്നത്? ജനങ്ങളോട് അവിടെ കൂടി വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി? ദൈവ വചനം കേൾക്കുവാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ തിരുവായ മൊഴികളെ ശ്രദ്ധിക്കുവാൻ വേണ്ടി വലിയൊരു ജനക്കൂട്ടം അവിടെ കടന്നു വന്നിരിക്കുന്നു. യേശുവിന് എന്ത് വേണം? അടുത്തത് ഈ യേശു വന്നിട്ട് എന്താ ചോദിക്കുന്നത്? പത്രോസിനോട് വല്ലതും ചോദിക്കുന്നുണ്ടോ? പഴയ പരിചയം വല്ലതും യേശു അവിടെ കാണിക്കുന്നുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ അവസ്ഥ എന്താ പറ്റി? നിനക്ക് എന്താ പറ്റി? നീ അധ്വാനിച്ചിട്ട് മീനൊന്നും കിട്ടിയില്ലേ? ഈ വക ക്വസ്റ്റ്യനൊന്നും യേശു ചോദിക്കുന്നില്ല കേട്ടോ. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലുള്ളതായ രീതിയിലല്ല ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും നടക്കുന്നത്. താങ്ക് യു ലോ. ഒരു ദൈവവചനം മനസ്സിലാക്കി. യേശു അവിടെ വന്നതിന് ശേഷം പത്രോസിനോട് എന്താ ചോദിക്കുന്നത്? താങ്ക് യു ലോ. പത്രോസിനെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ യേശു വന്നതിന് ശേഷം യേശു പറയുന്നത്, ഈ രണ്ട് പടകും യേശു ഒന്ന് ശ്രദ്ധിച്ചു. അതിൽ പത്രോസിന്റെ പടകിനെ യേശു ഒന്ന് നോക്കി. താങ്ക് യു ലോർഡ്. അതിനുശേഷം പത്രോസിനോട് ഒരു കാര്യം പറയുക. യേശു സ്നേഹിക്കുന്ന പത്രോസ്. താങ്ക് യു ലോ. യേശു സ്നേഹിക്കുന്ന പത്രോസിന് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? മനോവ്യസനം. അവൻ ജീവിക്കുവാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുവാ. അവൻ്റെ വ്യഥകളൊന്ന് മനസ്സിലാക്കണം. എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കുന്ന പത്രോസ് ഇതൊന്നും യേശു അവിടെ വെളിപ്പെടുത്തുന്നില്ല. യേശു അവനോട് പറയുക, നീ നിന്റെ പടകെന്ന് അല്പം ഒന്ന് കരയിൽ നിന്ന് മാറ്റണം. നീ ഒബേ ചെയ്യുന്നുണ്ടോ? നിന്റെ സാഹചര്യത്തെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതായ അവസ്ഥയിൽ കൂടെ നീ കടന്നു പോവുക. അവിടെ നിന്നോട് ചോദിക്കുന്ന യേശു ചോദിക്കുവാണ്, ഞാൻ പറയുന്നത് എൻ്റെ വചനം നിനക്കൊന്ന് അനുസരിക്കാമോ? താങ്ക് യു ലോ. വചനത്തിൽ കൂടിയാണ് വിടുതല ഉണ്ടാക്കുന്നത്. താങ്ക് യു ലോർഡ്. അവിടെ യേശു ചോദിക്കുക പത്രോസിന്, എൻ്റെ വചനം ഞാൻ പറയുന്നു, നിന്റെ പടകൊരൽപ്പം കരയിൽ നിന്ന് അല്ലെങ്കിൽ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് നിനക്ക് അല്പം ഒന്ന് മാറ്റാവോ? പത്രോസ് അതിനെ അനുസരിക്കുന്നു. അവൻ അവിടെ റിബലിയൻ്റ് ആയിട്ടൊന്നും അല്ല അവൻ ആക്ട് ചെയ്യുന്നത്. താങ്ക് യു ലോ. അവൻ്റെ ഒബീഡിയൻസ്, അവൻ താഴ്ന്നു വരുക. അവൻ്റെ മനോവേദനയിലും അവൻ്റെ കഷ്ടപ്പാടിലും അവൻ്റെ പ്രയാസത്തിലും അവൻ യേശുവിൻ്റെ വാക്ക് അനുസരിക്കുന്ന ഒരു പത്രോസ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആ പത്രോസ് എന്ത് ചെയ്യുന്നു? യേശു പറഞ്ഞതനുസരിച്ച് അവൻ്റെ ബോട്ട് അല്പം കടലിൽ നിന്ന് ലേക്കിൻ്റെ അകത്തേക്കൊന്ന് മാറ്റി. യേശു അവിടെ എന്ത് ചെയ്യുന്നു? യേശു പിന്നെ അവിടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ആ സമയത്തെല്ലാം അവളെ വളരെ പേഷ്യൻ്റായിട്ട് നിൽക്കുന്ന ഒരു പത്രോസിനെ നമുക്ക് കാണാൻ പറ്റും. അവനൊന്നും കംപ്ലൈൻറ്റ്. അവൻ്റെ ഹൃദയം എന്താണ്? അവൻ്റെ ഹൃദയം ഉരുകുക. താങ്ക് യു ലോ. അവൻ്റെ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ അവന് വിശപ്പുണ്ടായിരിക്കും. അവൻ്റെ കുടുംബത്തിലെ ചിന്തകൾ, പലവിധ ഭാരങ്ങൾ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഓരോ വിഷയങ്ങളും കാണുന്ന ഒരു ദൈവമുണ്ട്. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ദൂരത്ത് നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്ന് നീ വിചാരിക്കുന്നു. എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ പ്രയാസങ്ങളൊന്നും ആരും കാണുന്നില്ല എന്ന്. എങ്കിലോ നിന്നെ നന്നായി അറിയുന്ന ഒരു ദൈവം നിന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം നിന്നോട് ചിലതൊക്കെ പറയും. ഹല്ലേലൂയ. നീ ആ സമയത്ത് എന്ത് ചെയ്യണം? നീ വിശ്വസ്തനായിരിക്കണം. എങ്കിലോ അങ്ങനെ വിശ്വസ്തനായി നിന്ന് ആ പത്രോസിനോട് യേശു പറയുന്നു, നിന്റെ പടകെന്ന് നീട്ടുക. താങ്ക് യു ലോ. ഒന്ന് ശ്രദ്ധിക്കുക, എത്ര ബ്യൂട്ടിഫുള്ള്. താങ്ക് യു ലോ. പത്രോസ് അവിടെ അനുസരിച്ചു. ഒരു വിശ്വസ്തനായ ഒരു പത്രോസ്. താങ്ക് യു ലോർഡ്. വിശ്വസ്തനായ ഒരു ശിമോനെ നമുക്കവിടെ കാണാൻ പറ്റും. താങ്ക് യു ലോ. നമ്മൾ ആ ലെവലിലാണോ നിൽക്കുന്നത്? നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ നമ്മൾ പിറുപിറുക്കിയാണോ? താങ്ക് യു ലോ. അതോ നീ വിശ്വസ്തനായിട്ട് നിൽക്കുന്നോ? നീ ദൈവവചനത്തിൽ വിശ്വസ്തനായിട്ട് നിന്നാൽ ഇവിടെ പത്രോസിന് എന്ത് സംഭവിക്കുന്നു? പത്രോസ് ആ യേശു പറഞ്ഞത് കേട്ട് അവൻ വിശ്വസ്തനായിട്ട് നിന്നതുകൊണ്ട് യേശു നിന്റെ ഭാരങ്ങൾ അറിയുന്ന ദൈവമാ, നിന്റെ ഹൃദയം അറിയുന്ന ദൈവമാ ഈ യേശു.
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. യേശു നിന്നെ ഒരിക്കലും കൈവിടത്തില്ലെന്നേ. ഹല്ലേലൂയ. നീ ദൈവവചനം നീ അനുസരിച്ചിട്ടുണ്ടോ? പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് യേശുവിനെ അനുസരിച്ചു, യേശുവിന്റെ വാക്ക് അനുസരിച്ചു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ദൈവവചനം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലോ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമാ നിന്റെ അടുത്തുള്ളത്. എങ്കിലോ അവൻ നിന്നെ വെറും കൈയോടെ വിടത്തില്ലെന്ന്. ചിലതൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവം അനുവദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വം അതിൽ കൂടെ വെളിപ്പെടുവാനായിട്ടാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അവിടെ പിന്നീട് എന്ത് നടന്നു? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. യേശു ഒന്ന് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് മാറ്റി നിർത്തിയിരുന്ന മീനെ, ഹല്ലേലൂയ, ആമേൻ, അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാലും നിന്റെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ നിന്റെ പ്ലാന് പോലെ ചിലതൊക്കെ നടന്നില്ലെങ്കിലും, ഹല്ലേലൂയ, താങ്ക് യു, നീ ദൈവവചനം അനുസരിക്കുന്നവനാണോ? നീ ദൈവവചന പ്രകാരം നീ ജീവിക്കുന്നവനാണോ? നീ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തായിട്ട്, നീ കണ്ടിട്ടുള്ളതിന് അപ്പുറത്തായിട്ട്, മനുഷ്യൻ ചിന്തിക്കുന്നതിന് അപ്പുറത്തായിട്ട്, മനുഷ്യന്റെ പ്ലാനുകൾക്ക് അപ്പുറത്തായിട്ട്, താങ്ക് യു, സൂപ്പർ നാച്ചുറലായി പ്രവർത്തിക്കുവാൻ ആ പത്രോസിന് വേണ്ടി പത്രോസ് ഒരിക്കലും കണ്ടിട്ടുള്ള അവസ്ഥയിലേക്ക്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ, പത്രോസിന്റെ ജീവിതത്തിൽ കൊടുത്ത ദൈവം, ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ പത്രോസിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല. ഒരു കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇപ്പം ഈ പത്രോസ് അനുസരിച്ച് പോലെ നീ അനുസരിക്കുക. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ പിറുപിറുക്കാതെ. പത്രോസ് ഒരു വാക്ക് പോലും അവിടെ പിറുപിറുത്തിട്ടില്ല. നാദാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം, തിരുവചനം ഞാൻ അനുസരിക്കാം, താങ്ക് യു, തിരുമിട ഹിതത്തിന് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നാദാ തിരുവചനത്തിന് ഞാൻ സമർപ്പിക്കാം. താങ്ക് യു ലോ. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുന്ന ദൈവം, അത് ദൈവത്തിന്റെ വചനമാ. ആ പത്രോസിന്റെ ദൈവം മാനിച്ചു. ആ പത്രോസിന് വേണ്ടി ദൈവം കരുതി. അത് മാത്രമാണോ? ആ പത്രോസിന് പ്രൊമോഷൻ കൊടുത്തു. പത്രോസിന്റെ അവസ്ഥ മാറ്റി. ആ ഒരു മീൻപിടുത്തക്കാരനുള്ള പേര് മാറ്റിയിട്ട്, താങ്ക് യു, ബാക്കി കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ആരാക്കി? താങ്ക് യു, മനുഷ്യനെ പിടിക്കുന്നവനാക്കി. താങ്ക് യു, അവനെ ഉയർത്തിയ ദൈവം, അവനെ മാനിക്കുന്ന ദൈവം. നിന്റെ അവസ്ഥകളെ, നീ കടന്നു പോകുന്ന അവസ്ഥകളെ, എങ്കിലോ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മളെ കടന്നു പോകുന്ന അവസ്ഥകളെ നന്നായി അറിയുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ പിറുപിറുക്കാതെ ആ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ നീ പൂർണ്ണമായിട്ട് സമർപ്പിച്ചാൽ, നിനക്ക് വേണ്ടി ഈ പത്രോസിന് വേണ്ടി അത്ഭുതം ചെയ്ത പോലെ തന്നെ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാ നമ്മൾ വിശ്വസിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കൂടെ വെളിപ്പെടട്ടെ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്.